ഹലോ ഗൈസ്, അപ്പോൾ വീണ്ടും ഞങ്ങളൊരു യാത്ര തുടങ്ങി കേട്ടോ. യാത്ര എന്ന് പറയുമ്പോൾ അങ്ങനെ വല്ലാണ്ടുള്ള യാത്രയൊന്നുമല്ല, നമ്മുടെ കൽപ്പാത്തി രഥോത്സവം കാണാൻ പോയതാണ്. എൻ്റെ കൂടെ അമ്മ, അല്ലു, ഡിങ്കു, മേമ, പിന്നെ മേമയുടെ മോള്, എൻ്റെ മാമയുടെ മോള്, ഇവരെല്ലാവരും ഉണ്ട്. ഞങ്ങളങ്ങോട്ട് പോയ സമയത്ത് കാര്യമായിട്ട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വരുമ്പോഴേക്കും എൻ്റെ അപ്പോൾ കാലുകുത്തടല്ലേ അവരില്ല, അങ്ങനെ തിരക്കായിരുന്നു. പിന്നെ പോണ വഴി അല്ലുവിൻ്റെ ഷൂവിൻ്റെ ലേസൊക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ അനിയത്തി കെട്ടിക്കൊടുത്തു. പിന്നെ ഞങ്ങളിത് നടക്കുക. പക്ഷേ അല്ലുവിനെ കൈവിട്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഗൈസ്. 4 പേരെ നോക്കി എനിക്ക് ആകെ ടെൻഷനാവാൻ തുടങ്ങി. കാരണം കണ്ടത് മൊത്തം വേണമെന്ന് പറയും. എന്നിട്ടോ അത് മാക്സിമം ഒരു 10-15 മിനിറ്റ് കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഭാഗ്യം. കാരണം അപ്പത്തിന് തവിടുപൊടിയാക്കും. അതുകൊണ്ട് എനിക്ക് ആകെ ടെൻഷനായിരുന്നു, എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കണോ വേണ്ടയോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ 1-2 കളിപ്പാട്ടങ്ങളൊക്കെ നമ്മൾ വാങ്ങി കൊടുത്തു കേട്ടോ. ഞങ്ങൾ പോണത് മെയിനായിട്ട് തേരൊന്ന് കാണാനും പിന്നെ ഫുഡ് അടിയും പിന്നെ എന്താ പർച്ചേസിങ് മൂടും. അങ്ങനെ ഇതാ ഫുഡ് അടി സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. അതിന് എങ്ങനെയും മിക്സ് ചെയ്തൊരു കടല ഉണ്ടായിരുന്നു, സ്വീറ്റ് കോണും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കടല കണ്ടപ്പോൾ വാങ്ങിച്ചതോ. പക്ഷേ അവർക്ക് യാതൊരു വൃത്തിയില്ല ഗൈസ്. അവർ കൈ കൊണ്ടൊക്കെ എടുത്ത് തരിക, ഒരു വൃത്തിയില്ലാത്ത ഫീൽ തോന്നി. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് വാങ്ങിക്കണ്ട എന്ന് വേണമെന്ന് പറയുകയും ചെയ്തു. സാധനം കിട്ടിയപ്പോൾ കഴിക്കാൻ യാതൊരു ഇൻട്രസ്റ്റ് തന്നെയില്ല. പിന്നെ സ്വീറ്റ് കോൺ കിട്ടിയത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളോ, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ അങ്ങനെയാണല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് എത്തി, പാനിപ്പൂരി, ബേൽപ്പൂരി, കാളൻ. അതിന് ഞങ്ങൾ പാനിപ്പൂരി കാളനും വാങ്ങിച്ചു. എനിക്ക് കാളൻ ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഭയങ്കര ക്വാണ്ടിറ്റി കുറവാണ് കേട്ടോ. നമ്മുടെ തട്ടുകടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒരു ബൗൾ ഫുള്ളും കിട്ടുമായിരുന്നു. ഇത് ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണെന്ന് എനിക്ക് തോന്നി. കാരണം റേറ്റിനനുസരിച്ചിട്ടില്ല, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റായിരുന്നു. അതൊക്കെ നന്നായി കഴിച്ചു. അല്ലുവിന് പിന്നെ പാനിപ്പൂരിയാണ് ഏറ്റവും ഇഷ്ടം. അവനത് 2-3 സെറ്റ് കഴിച്ചിട്ടുണ്ട് തോന്നുന്നു, അവനും അനിയത്തിയും കൂടെ. അത് കഴിഞ്ഞിട്ട് നിർത്തിയിട്ടില്ല ഗൈസ്. വീണ്ടും ഐസ്ക്രീം വാങ്ങിച്ചു. അതും കഴിഞ്ഞിട്ട് വീണ്ടും നടത്താൻ തുടങ്ങാൻ 4 പേർ നോക്കണം കണ്ട വിചാരിക്കും ഇതൊക്കെ വാങ്ങിയിട്ട് പോകുന്നു. പക്ഷേ ചിലതിനൊക്കെ ഒടുക്കത്തെ റേറ്റ് ഉണ്ട്, എന്നാൽ ചിലതൊക്കെ നല്ല ലാഭവും തോന്നിയിട്ടോ. നമ്മളങ്ങനെ കാര്യമായിട്ടൊന്നും പർച്ചേസ് ചെയ്തില്ല. പിന്നെ കണ്ടില്ലേ എല്ലാവരുടെയും കോലം പോയ പോലെയല്ല, എല്ലാവരും നല്ല ക്ഷീണിച്ചിരുന്നു ഗൈസ് നടന്നിട്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ തേര്, ആനയാണ് ഈ തേര് വലിച്ച് കൊണ്ടുപോകണത് കേട്ടോ. അതൊക്കെ കണ്ടുപോയിട്ട് നമ്മളൊരു സ്ഥലം കിട്ടിയപ്പോൾ അവിടെ അങ്ങോട്ട് ഇരുന്നു. അപ്പോഴേക്കും ഡിങ്കു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് സമാധാനമായത്. അത് കഴിഞ്ഞ് വീട്ടിലെത്തി നല്ലൊരു ഫുഡും കഴിച്ചു. സമാധാനമായി ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ കൽപ്പാത്തി രഥോത്സവം ഞങ്ങൾ അടിച്ചു പൊളിച്ചു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായിട്ട് വരാം. അതുവരെയും ടാറ്റാ ബൈ.